സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന കാലത്ത്, അന്ന് UPSC എക്സാം എന്നാണ് പറയുക, സിസ്റ്റം ഇപ്പോഴത്തെക്കാളും കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു. അതായത് 3 ജേർണൽ പേപ്പേഴ്സ്, അതായത് ജേർണൽ ഇംഗ്ലീഷ്, ജേർണൽ എസ്സേ, ജേർണൽ നോളജ്, അങ്ങനെ 3 ജേർണൽ പേപ്പേഴ്സ്. പിന്നെ 3 ഓപ്ഷണൽ പേപ്പേഴ്സ്, നമുക്ക് ചൂസ് ചെയ്യാവുന്നത് 3 ഓപ്ഷണൽ പേപ്പേഴ്സ്. പിന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന 2 ഹയർ പേപ്പേഴ്സ്, അതായത് MA ലെവലിലുള്ള 2 പേപ്പേഴ്സ്. ഇത്രയാണ് നമുക്ക് എഴുതേണ്ടിയിരുന്നത്. അതിൻ്റെ ബേസിസിൽ നമ്മൾ വിലയിരുത്തുകയും അതിനുശേഷം ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആ സിസ്റ്റം മാറി, വളരെയധികം കാൻഡിഡേറ്റ്സ് വരുന്നതുകൊണ്ട് ഒരു പ്രിലിമിനറി എക്സാം വെച്ച് അതിൽ കുറേയധികം പേരെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ലെവലുകളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഞങ്ങളുടെ കാലത്ത് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അത് പരീക്ഷ ഇംഗ്ലീഷിലാണെന്ന് എഴുതാൻ പറ്റുവാണായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ, അതിൻ്റെ എക്വയറൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എനിക്ക് അത്ര തീർച്ചയായിട്ടും അറിയില്ല. പക്ഷേ ഏതായാലും ഇപ്പോൾ നമുക്ക് ഏത് ഭാഷയിലും എഴുതാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.